അല്ലേ ഇവര് കേരള പൊറോട്ട വെച്ചിടുന്നതാണ്. ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഞാനിപ്പോൾ ഇവിടെ വെക്കേഷനിലാണ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. ഒരാൾ സ്ലോവാക്യക്കാരനും ഒരാൾ പോളണ്ടുകാരനാണ്. ഇവർ കുറേ പ്രാവശ്യം ഇന്ത്യയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരാൾ എൻ്റെ ഒപ്പം ക്രൂ ആണ്, അപ്പോൾ റെഗുലർലി ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇവർ 3-4 വട്ടം കേരളത്തിലോട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇന്നൊരു ഇന്ത്യൻ ഫുഡാണ് കുക്ക് ചെയ്യുന്നത്. ഇവർക്ക് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവരെൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞൊരു കാര്യമാണ് ചിക്കൻ ടിക്ക മസാല. ചിക്കൻ ടിക്ക ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിലും ഇവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ചിക്കൻ ടിക്ക മസാല ഈസ് കൺസിഡർ ആസ് എ ബ്രിട്ടീഷ് നാഷണൽ ഫുഡ്. ഒഫീഷ്യലി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിലും ഒരു നാഷണൽ ഫുഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഉള്ള പോലെ തന്നെ, ഇന്ത്യൻസിന് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഉള്ളതുപോലെ തന്നെ ബ്രിട്ടനിലും ഈ ഇന്ത്യയുടെ കുറേ ഇതേപോലത്തെ ഇൻഫ്ലുവൻസ് ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്ക മസാലയാണ്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് മസാലയും ആൻഡ് ഓൾസോ കേരള പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കാം. ലൈറ്റ്സ് ഓൺ. ചിക്കനും കുറച്ച് സാധനങ്ങളൊക്കെ ടെസ്കോന്ന് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ക്രൂ പാർട്ട് ടൈം ആയിട്ട് ടെസ്കോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. സോ ഇതൊരു 600 ഗ്രാം ചിക്കൻ ഉണ്ട്, 650 ഗ്രാം ചിക്കൻ ഉണ്ട്. ഇവിടെ ചിക്കനൊക്കെ വാഷ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ എക്സ്ട്രാ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ കുക്കിംഗ് ഭയങ്കര ഈസിയാണ്. ഞാനിവിടെ ചിക്കൻ ഫില്ലറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. അത് ഇനി നമുക്കൊരു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 2 പേരുമില്ല, ഒരാൾ ടെസ്കോയിലാണ്, മറ്റേ ആൾ മുകളിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു 3rd ഫ്ലോറിൽ ഒരു ചെറിയ വർക്ക് സ്പേസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ആൾക്ക് വർക്ക് ഫ്രം ഹോം ആണ് കൂടുതലും. ട്യൂസ്ഡേ മാത്രമാണ് ഓഫീസിൽ പോകേണ്ടത്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗട്ടാണ് എടുത്തേക്കുന്നത്. ഗ്രീക്ക് യോഗട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊരു 3 സ്പൂണോളം ഇട്ട് കൊടുക്കാം. നമുക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയതാണ്, ഹോട്ട് ചില്ലി പൗഡർ എന്നാണ്. അപ്പോൾ എത്രയാണ് സ്പൈസ് ലെവൽ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ചില്ലി പൗഡർ ആഡ് ചെയ്തു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ടർമറിക്ക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഗരം മസാല കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ അതും ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നമുക്കൊരു 3-4 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാം. പപ്പരിക്ക പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കനിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബെൽ പെപ്പേഴ്സ് കട്ട് ചെയ്ത് വെക്കാം. പെപ്പർ ചിക്കൻ മാരിനേഷനിലോട്ട് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഫൈനലി മാരിനേഷനിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ എല്ലാ മസാലാസും ആഡ് ചെയ്ത് ബെൽ പെപ്പറും ആഡ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു 3 hours ഞാൻ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. 3 hours കഴിഞ്ഞിട്ട് നമുക്ക് ഓവനിൽ ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ഗ്രേവിക്കുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 ഒനിയൻസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫൈനലി ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ജ്യൂസ് ആക്കി എടുക്കാം. ഇവിടെ തണുത്തിരിക്കുന്നതുകൊണ്ട് കൊറിയാണ്ടറിനൊന്നും തീരെ അരോമയില്ല. അപ്പം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാച്ച്മെൻറ്റ് പേപ്പർ എടുത്തിട്ട് അതിലേക്ക് വെക്കാം. ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓവൻ ചൂടാവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് പാൻ ചൂടാക്കാം. നമുക്ക് പാൻ ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം.
ആൻഡ് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യാം. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് വെക്കാം. This is burning slowly. Onion add ചെയ്യാം. I've extended 4 since I was 75k. Oh my god, my brain is cooked today. കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. I'm drinking beer, is this recording? Can I have beer? Is this Yeah. recording? That's fine. I'm not drinking. ഇനി നമ്മുടെ ഓൾ സ്പൈസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ സിന്നമൺ ആഡ് ചെയ്യുന്നുണ്ട്. ഏലക്ക, we used to say as ഏലക്ക, ഇലാച്ചി. ഗരം മസാല ആഡ് ചെയ്യാം. കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് അടിച്ചു വെച്ച തക്കാളി ആഡ് ചെയ്യാം. ടൊമാറ്റോ. Is it curry? ഓക്കെ. Chicken broth. Well, you might have different names, you know, like ഇനി all നമുക്ക് this. ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. Is that good? Perfect. Ready to flame. സോ നമ്മുടെ ചിക്കൻ ടിക്ക അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്, റൈറ്റ്? Put it into the dish. യെസ്. Smells good. Looks banging. Now we can add some more cream. നല്ല രസല്ലേ ഇവര് കേരള പൊറോട്ട വെച്ചിടുന്നതാണ്. ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ടായി. സോ നമ്മൾ കേരള പൊറോട്ട അടിക്കാൻ പോവാണ്. സോ ദിസ് ഈസ് ലൈക്ക് എ ഫൈനൽ പ്രോസസ് ഫോർ കേരള പൊറോട്ട. So the layers will be out. Correct. Cool. സോ നമ്മുടെ ചിക്കൻ ടിക്ക മസാലയും പൊറോട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർ കഴിച്ചു നോക്കിയിട്ട് Going to have some rice. എങ്ങനെയുണ്ടെന്ന് പറയും. It's going to be incredible. Incredible India. I love India. So tell me guys, how is it? Taste it. You have to say. Ah, okay. Do you need spoon? No. Manda parata. Scoop it up. Oh, say it. How's it? Oh my god. Incredible. I can see water in his mouth. Very deep flavors. Happy? Very. ഓക്കെ ഗൈസ്, അപ്പം ഞാനും കഴിക്കാൻ പോവാണ്. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ, സി യു.